നമസ്കാരം. വയനാടിന് മുമ്പിൽ ഇപ്പോഴും കേരളം കണ്ണീരണിഞ്ഞു നിൽക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ഇത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒന്നായി തീർന്നിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് നമ്മൾ മാധവ ഗാഡ്ഗിലിനെയും പശ്ചിമഘട്ടത്തെയും ഒക്കെ ഓർക്കുന്നത്. അതിനോടൊപ്പം തന്നെ സമീപകാലത്ത് ഇപ്പോൾ വളരെ സജീവമായി ചർച്ചയിൽ വന്നിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം. ഒരു 10 വർഷത്തിനു മുമ്പും മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് വലിയ ചർച്ചയും വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്നു. പക്ഷെ അതൊക്കെ ഒരു സമയമായി കഴിഞ്ഞപ്പോൾ അതങ്ങ് തണുത്തു. വീണ്ടും ഒരു ദുരന്തമുണ്ടായി കഴിഞ്ഞപ്പോൾ മുല്ലപ്പെരിയാർ ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ്. മുല്ലപ്പെരിയാറിനെ പറ്റി ആശങ്ക വേണോ? എന്താണ് മുല്ലപ്പെരിയാറിൻ്റെ ഭാവി? ശ്രീ കോന്നി ഗോപകുമാർ പ്രതികരിക്കുന്നു ഇക്കാര്യത്തിൽ. സ്വാഗതം ശ്രീ ഗോപകുമാർ. ഈ ഒരു ദുരന്തമുണ്ടായി കഴിയുമ്പോഴാണ് വീണ്ടും ഈ മുല്ലപ്പെരിയാർ കയറി വരുന്നത്. ഇതിനകത്ത് പല വിദഗ്ധന്മാരും പറയുന്നുണ്ട്. ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലാണ്. അവിടെ വച്ചാണ് ഈ സംഭവത്തിന് വേറൊരു ഗതി ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോൾ കേരളത്തിലുള്ള എം പിമാർ പോലും ഇക്കാര്യത്തിനകത്ത് ആശങ്കപ്പെടുകയാണ്. സാറിന് ഓർക്കുന്നുണ്ടാകും, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് PJ ജോസഫ് അല്ലേ മന്ത്രിയായിരുന്ന സമയത്ത് ഇപ്പോൾ ഇത് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞ് പോയി അതിനു മുന്നിൽ നിന്ന് വലിയ വിലാപമൊക്കെ നടത്തി. ഇപ്പോൾ വർഷം കുറെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിനകത്ത് കേരളത്തിന് ഭയക്കേണ്ടതായ എന്തെങ്കിലും ഒരു സ്ഥിതിയിലേക്കാണോ പോകുന്നത്? ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ നമ്മുടെ ധനമന്ത്രി KM മാണി സാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന കാലം. അന്ന് മാണി സാറിനെ കാണാനായിട്ട് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ടീം എഞ്ചിനീയേഴ്സും വിദഗ്ധരും ഒക്കെ ആയിട്ട് ഒരു ടീം ആളുകൾ അന്ന് സെക്രട്ടേറിയറ്റിൽ എത്തിയിരുന്നു. അതിൽ ഒരു എഞ്ചിനീയർ, അദ്ദേഹം മലയാളിയാണ്, സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ റാങ്കിലുള്ള ഒരു ഓഫീസറാണ്. അദ്ദേഹം കാണാൻ മിനിസ്റ്ററുമായിട്ടുള്ള ചർച്ചകൾക്ക് താമസം വന്നപ്പോൾ അദ്ദേഹം എൻ്റെ മുറിയിലാണ്, എൻ്റെ ക്യാബിനിലാണ് ഇരുന്നത്. അപ്പോൾ തമിഴ്നാടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൗതുകത്തോടെ ചോദിച്ചു, ഈ മുല്ലപ്പെരിയാർ നിങ്ങൾ തമിഴ്നാട് കാണിക്കുന്ന ക്രൂരതയല്ലേ? നിങ്ങൾക്ക് വെള്ളം തരാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഈ ഡാം ഇങ്ങനെ തന്നെ നിലനിർത്തണമെന്ന് മാത്രമല്ല വാട്ടർ ലെവൽ ഉയർത്തണമെന്നൊക്കെ പറഞ്ഞാൽ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ ഒരു വിലയും കൊടുക്കാതല്ലേ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ചൊരു ധാർമ്മിക രോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം വളരെ പുഞ്ചിരിയോടെ പറഞ്ഞു, അത് താങ്കൾ അതിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അടിസ്ഥാനപരമായി ഞാൻ മലയാളിയാണ്, എൻ്റെ കുടുംബവും കേരളത്തിലാണ് താമസിക്കുന്നത്. കാരണം ഇത് ഈ മുല്ലപ്പെരിയാർ ഡാം സ്ട്രെങ്തൻ ചെയ്യാൻ ഒരു പുതിയ ഡാം പണിയുന്നതിനേക്കാൾ കൂടുതൽ തുക തമിഴ്നാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്, ചെലവഴിച്ചിട്ടുണ്ട്. അത് പരമാവധി സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അതൊരു ഗ്രാവിറ്റി ഡാമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ചാണ്. ഞാൻ എഞ്ചിനീയർ അല്ല, ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാൻ എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലപ്പെടുത്തൽ ഒരു ഡാമിനോളം വരുന്ന തുക ചെലവഴിച്ച് തമിഴ്നാട് ഇത് ചെയ്തിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മുല്ലപ്പെരിയാർ ഡാം തകർന്നു പോയാൽ തമിഴ്നാടിൻ്റെ എക്കണോമിയും തകരും. അപ്പോൾ അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം നിലനിർത്തേണ്ടത് അവരുടെ സമ്പദ്ഘടനയുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിനകത്ത് ആശങ്കപ്പെടേണ്ട. പിന്നെ ഏതെങ്കിലും തരത്തിലെ എർത്ത് വരികയാണെങ്കിൽ എല്ലാ ഡാമിനും അത് ബാധകം, മുല്ലപ്പെരിയാർ എന്നില്ല. വളരെ ബലത്തോടു കൂടിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയതിനൊക്കെ ശേഷം സമയം കഴിഞ്ഞ് ജനിച്ച ആളാണ്. സ്വതന്ത്ര ഭാരതത്തിൽ എനിക്കുള്ള വിശ്വാസം ഇത് പണിത് സായിപ്പാണല്ലോ, അതുകൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ എഞ്ചിനീയർമാരായിരുന്നു കേരളത്തിലെ PWD ചെയ്തിരുന്നുവെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയ്ക്കും വകയുണ്ടാകുമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദങ്ങൾ ഇപ്പോൾ ഇന്ന് പൊട്ടും നാളെ പൊട്ടും കൊണ്ട് ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടാണ് ജസ്റ്റിസ് KT തോമസ് അഭിപ്രായം പറഞ്ഞത്. റൂർക്കി IITയിലെ വിദഗ്ധ സംഘം അവിടെ പരിശോധിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് മുല്ലപ്പെരിയാറിന് ഇപ്പോഴത്തേക്ക് വലിയൊരു പ്രതിസന്ധി ഇല്ല എന്നാണ് സത്യത്തിന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പേരിൽ വലിയൊരു ബഹളമോ ആശങ്കയ്ക്കോ അടിസ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പൊ പിന്നെ എന്താ ഇതിന്റെ ഒരു വിവാദത്തിലേക്ക് പോകാനുള്ള ഒരു കാര്യം എന്താണെന്നുള്ളത് നമ്മള് തോന്നില്ലേ? അതിനകത്തൊരു കൗതുകം. എനിക്ക് കൗതുകമുണ്ട്. കാരണം മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് കുറയ്ക്കണം, ഡാം കേരളത്തിന്റെ നിയന്ത്രണത്തിൽ തരണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസ്താവന ഇറക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തപ്പോഴേ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പറഞ്ഞു, ഒരുപാട് ബഹളം ഉണ്ടാക്കണ്ട, തമിഴ്നാട്ടില് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുള്ള അനധികൃത സ്വത്തുക്കളെ കുറിച്ചുള്ള വിവരം എനിക്കുണ്ട്, അത് ഞാൻ അങ്ങ് തരാം. അപ്പൊ ഈ അസുഖം തീരും. നിങ്ങളുടെ കൃഷി കൂടെ ചെയ്യാനാ ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന സ്ഥലം ഇവിടെ കാശ് മുടക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒക്കാത്തതുകൊണ്ട് തമിഴ്നാട്ടിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാര് ആ ലിസ്റ്റ് പുറത്തു വിടും എന്ന് ജയലളിത ഭംഗ്യന്തരേണ ഒരു ഭീഷണി പറഞ്ഞപ്പോഴേ മുൻനിരയിൽ നിന്ന പല ആളുകളും തലയെ തോർത്തു വിട്ടുകൊണ്ട് സ്ഥലം വിട്ടു എന്നാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഈ ബഹളം ഉണ്ടാകുന്നതിന്റെ കാരണം ഇതൊന്നും ആകണമെന്നില്ല. പിന്നെ ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ആർക്കും എന്ത് വിദഗ്ധാഭിപ്രായവും എപ്പോ വേണേലും നാളെ രാവിലെ പൊട്ടും എന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എപ്പോ വേണമെങ്കിലും എന്തും പറയാം. അതിനകത്ത് അല്ല, ഈ നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയി തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോ ആണ് പരക്കെ അങ്ങ് പ്രചരിക്കുന്നത്. നമുക്കും അദ്ദേഹം ടെലിഫോൺ വഴി ഇന്റർവ്യൂ തന്നിട്ടുണ്ട്. ഇതിന്റെ ഭാവി വലിയ അപകടമാണ്, കേരളത്തിലെ 4 ജില്ലകൾ അപകടാവസ്ഥയിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ സ്റ്റോറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 5 ലക്ഷം 6 ലക്ഷം ആൾക്കാരാണ് അത് കണ്ടതും ഒക്കെ. എന്നിട്ട് അതിന് താഴെ അഭിപ്രായമൊക്കെ എഴുതിയിട്ടുണ്ട്. അല്ല, ഞാൻ ഇതിപ്പം മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് ആ രംഗത്തെ വിദഗ്ധന്മാരാണ്. അതെ. ഇപ്പൊ റൂർക്കി IITയിലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു IITയിലെയോ ഒരു വിദഗ്ധ സംഘം പരിശോധിച്ചിട്ട് വിശ്വസനീയമായി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അതിന്റെ എഞ്ചിനീയറിംഗിന്റെ സാങ്കേതിക പദപ്രയോഗങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഡാം ഇന്ന കാര്യങ്ങൾ സുരക്ഷിതമല്ല, ഇത് അപകടം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഈ അപകടാവസ്ഥയെ കുറിച്ച് പറയുന്ന ആളുകൾ എത്രമാത്രം അത് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എറണാകുളത്തുള്ളവർക്കൊക്കെ തമാശയാണ് കേട്ടോ. ഈ മുല്ലപ്പെരിയാർ പൊട്ടു എറണാകുളത്തിനാണല്ലോ ഏറ്റവും കൂടുതൽ ബാധിക്കാന്ന്. അവര് ചോദിക്കുന്നത് എന്നാ നമുക്ക് മാറേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഉടനെ മരിക്കാൻ പോകുന്നവരല്ലേ എന്നുള്ള രീതിയിലാണ് അവരുടെ കമന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇതൊരു തരം ഈ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇക്കാര്യത്തിൽ പോകുന്നതെന്നാണ് എനിക്ക് ഇപ്പം സാറിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, മുല്ലപ്പെരിയാർ ഡാമിന്റെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അത് സുരക്ഷിതമല്ലെങ്കിൽ ഇന്ന കാരണങ്ങളാൽ അത് സുരക്ഷിതമല്ല എന്ന് ഒരു ശാസ്ത്രീയമായ വിശകലനത്തിന്റെയും പഠനത്തിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. ആളുകളുടെ വികാരം ഇളക്കി വിടാൻ ആർക്കും എന്തും പറയാം. അത്തരത്തില് ഒരു വികാര പ്രകടനം ആരെങ്കിലും നടത്തിയാൽ 8 ലക്ഷമോ 10 ലക്ഷമോ ആള് കാണുന്നത് കൊണ്ട് അത് സത്യസന്ധമാകണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ രംഗത്തെ എക്സ്പേർട്സ് അത് പറയുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുന്ന സമയത്ത്, ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പുനരധിവാസം എന്നൊക്കെ പറയുന്നത് ഇപ്പം ഈ മുല്ലപ്പെരിയാറിന്റെ പേരിൽ പുനരധിവാസം എന്നൊക്കെ പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റും. എറണാകുളം ഒരു ജില്ലയ്ക്കകത്തുള്ള ആൾക്കാർക്ക് പുനരധിവാസം ഇവിടെ. ഇപ്പൊ ഈ മുണ്ടക്കയിലെ 400 വീടിലുള്ളവർക്ക് തന്നെ പുനരധിവാസത്തെ പറ്റി സർക്കാർ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ ഇങ്ങനെയുള്ള ഒരു ജില്ലയെ തന്നെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമാണ്. അല്ല, എറണാകുളം മാത്രമല്ല, വേറെ 4 ജില്ലയുണ്ട്. എറണാകുളം, കോട്ടയം ജില്ലയും ഒരു ഭാഗവും ഇതിന് ബാധകമായ കാര്യമാണ്. അപ്പൊ അവിടെ ഇതൊക്കെ പറഞ്ഞത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യാൻ വിഷയമില്ലെങ്കിൽ നമുക്കൊരു രസത്തിന് ചർച്ച ചെയ്യാം എന്നുള്ളതല്ലാതെ മുല്ലപ്പെരിയാർ ഡാമിനെ തകർന്നു പോകുന്നു, അതുകൊണ്ട് എറണാകുളത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കണമെന്നൊക്കെ പറയുന്ന ഒരു തമാശയ്ക്കപ്പുറത്ത് എന്താ കാര്യമാണ്? ഇതൊന്നും വേണ്ട. ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും പ്രളയം കുത്തിയൊലിച്ചു വന്ന് കൊണ്ടുപോയ ആളുകൾക്ക്, എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ പുനരധിവാസത്തെ കുറിച്ച് ആലോചിക്കുന്നല്ലേ കുറെ കൂടെ. അത് അന്ന് തുംഗഭദ്ര ഡാമിന്റെ ഒരു ഷട്ടർ തകർന്നത് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ആൾക്കാർ പലരും ഈ മുല്ലപ്പെരിയാറിലേക്ക് വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ ഉണ്ടാക്കുന്നതൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള പല വ്യക്തികളുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതും എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ, സാറ് പറഞ്ഞതുപോലെ വെറും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണെന്നുള്ളതാണ്. സാറേ, ഡാം പല രാജ്യങ്ങളിലും പലയിടത്തായിട്ട് പല കാലഘട്ടങ്ങളിൽ ഡാം തകർന്നു വീണ് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അതിൻ്റെതായ കാരണങ്ങളാൽ സംഭവിക്കുന്നതാണ്. പക്ഷെ അത് പറഞ്ഞ് വലിയൊരു ഭീതി ജനിപ്പിക്കുന്നത്
ആരോഗ്യകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഡാം തകർച്ചയുടെ ഏറ്റവും നല്ല ഉദാഹരണം മോർവി ഡാം ആയിരുന്നു. ആ. മോർവിയിൽ സംഭവിച്ചൊരു കാര്യം, അവിടെ റെക്കോർഡ് മഴ പെയ്തു. അതുവരെ ഉണ്ടാകാത്ത വിധത്തിൽ ഭീകരമായ മഴ അവിടെ പെയ്തു. ഇപ്പൊ ഈ ഡാമിന്റെ ഷട്ടർ, സാധാരണ രീതിയിൽ ഈ മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് ഷട്ടർ തുറക്കുന്ന സംവിധാനം ഒക്കെ വളരെ ദുർബലമായിരുന്നു. ഇവിടെയും അതൊക്കെ തന്നെയാണ്. അപ്പൊ ഷട്ടറിന്റെ അതിന്റെ ചുമതല ഉണ്ടായിരുന്ന എഞ്ചിനീയർ പതിവ് പോലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോയി. അത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യമാണ്. അവിടെ ഒരു വാച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അപകടകരമായ നിലയിൽ പോയി എഞ്ചിനീയറെ വിളിച്ചപ്പോൾ എഞ്ചിനീയർ പറയുന്നത് ഷട്ടർ ഒന്ന് പൊക്കിക്കാൻ പറഞ്ഞു. അയാൾ വിചാരിച്ചിട്ട് ഷട്ടർ വീഴുന്നില്ല. അവസാനം വെള്ളം പൊങ്ങി വരികയാണ്. വെള്ളം പൊങ്ങി ഡാമിന്റെ മുകളിലൂടെ ഒഴുകാൻ തുടങ്ങി. അങ്ങനെയാണ് മോർവി ഡാം. അത് അത്ര സുരക്ഷിതമായ ഡാമൊന്നും അല്ലായിരുന്നു. ആ ഡാമാണ് തകർന്നു പോയതും ആ മോർവിയുടെ താഴെയുള്ള ഒരു വലിയ പ്രദേശത്തെ ജനങ്ങൾ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നിന്നും കണക്കില്ല. പക്ഷെ തകർന്നു വീണ ഒരു ഡാം മോർവിയാണ്. ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് നമ്മൾ വീണ്ടും മാധവ് ഗാഡ്ഗില് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറുകയാണ്. ഗാഡ്ഗിലിനെ അംഗീകരിക്കാനായിട്ട് കേരളം ഒരുപക്ഷെ തയ്യാറാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും. ഇതിനകത്ത് ഇപ്പം മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ രാഷ്ട്രീയക്കാർക്കും ചില മതമേധാവികൾക്കും ഒരു അശ്ലീല വാക്കായിട്ടാണ് കണ്ടിരുന്നത്. മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിനകത്ത് അടിസ്ഥാനമുണ്ടെന്നും കേരളം ഒരു പാരിസ്ഥിതിക ദുരന്തത്തിലേക്ക് പോവുകയാണെന്നും പറയാൻ ധൈര്യം കാണിച്ച ഒരൊറ്റ രാഷ്ട്രീയ നേതാവേ കേരളത്തിലുണ്ടായിരുന്നു. അത് പി ടി തോമസ്. അത് പി ടി തോമസാണ്. പി ടി തോമസ് അത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശവഘോഷയാത്ര നടത്തി. അത് ചെയ്യാൻ പാടുള്ളതാണ്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശവഘോഷയാത്ര നടത്തിയെന്ന് മാത്രമല്ല, പ്രതീകമായി കൊണ്ടുവന്ന ഒരു ശവശരീരത്തെ ചൂലുവെച്ചടിക്കുകയാണ് പുരോഹിതന്മാർ, കന്യാസ്ത്രീകൾ. യേശുവിന്റെ സന്ദേശം സ്നേഹമല്ലേ? ചൂലുവെച്ചടിച്ചാണോ സ്നേഹം പ്രദർശിപ്പിക്കുന്നത്? അവർ ഈ ബഹളങ്ങളെല്ലാം ഉണ്ടാക്കി. അതോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഭയന്നു. കാരണം ചർച്ചിനെ പിണക്കാൻ അവരാരും തയ്യാറല്ല. എന്ത് വേണമെങ്കിലും എവിടെ സംഭവിക്കട്ടെ, തയ്യാറല്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേ മാധവ് ഗാഡ്ഗിലിന്റെ പ്രവചനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നിരിക്കുക. ഈ ദുരന്തം വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു, തീരുന്നില്ല, ഇനിയും ഉരുൾപൊട്ടലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ ഒക്കുന്നത്, ഗാഡ്ഗിലെ ചില പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങൾ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങൾ, ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ, അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പുനരധിവാസം നടത്തുക എന്നുള്ളതാണ് പ്രായോഗികമായ മാർഗം. അതല്ലെങ്കിൽ വീണ്ടും ഒരുപോലെ ഒരു ദുരന്തം നമുക്ക് താങ്ങാൻ കഴിയുമോ എന്നാലോചിച്ച് നോക്കണം. ഒരു മകൻ തിരിച്ചു വന്നപ്പോൾ വീടില്ല, 2 മൺകൂനകളേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മുടെ ശശീന്ദ്രൻ കരയുന്നത് കണ്ടു. ചിലരെ അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിനെ പരിഹസിക്കരുത്. ആ മനുഷ്യന് ഹൃദയം പൊട്ടി കരയുകയായിരുന്നു. അതായത് ഒരു മനുഷ്യനാണല്ലോ, മന്ത്രിയാണ്, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമൊക്കെ ആയിക്കോട്ടെ. ഒരാൾ അദ്ദേഹത്തിന്റെ വികാരം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. അപ്പൊ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതെങ്ങനെ എനിക്ക് താങ്ങാൻ പറ്റും? ആ മകൻ ആകെപ്പാടെ കിട്ടിയ അച്ഛൻ്റെ ഒരു ഷർട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഇതൊക്കെ തോന്നും. നമുക്കൊരു അനുഭവം നമുക്ക് വരുമ്പോഴേ നമ്മളത് മനസ്സിലാവുള്ളൂ. ഒരു മനുഷ്യാധ്വാനം മുഴുവൻ ഉപയോഗിച്ച്, ഒരു ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ മുടക്കി വീട് നിർമ്മിച്ച് ചുറ്റും കിട്ടിയ സ്ഥലത്തൊക്കെ നല്ല കനകം വിളയിച്ച് കഴിഞ്ഞ ഒരു കർഷകര്, ആ ഒരു സമൂഹം ആളുകൾ ഒരു ദിവസം കൊണ്ട് 2-3 മണിക്കൂറുകൾ കൊണ്ട് അവർ നിർത്തനരായിട്ട് മാറുകയാണ്, ഭവനരഹിതരായിട്ട് മാറുകയാണ്. ബന്ധുക്കളില്ല, കുഞ്ഞുങ്ങളില്ല, എല്ലാം ഒഴിപ്പോയി. അപ്പൊ ഇനി ചെയ്യാനൊക്കെ ഒരു കാര്യം, ഗാഡ്ഗിലിനെ അങ്ങനെ മാധവ ഗാഡ്ഗിൽ എന്നുള്ളത് ഒരു അശ്ലീല പദമല്ല എന്ന് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രകൃതി പിന്നെയും തിരിച്ചടിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ സമ്മർദ്ദത്തിന് ഒരു കാരണവശാലും ഭരണകൂടം വഴങ്ങാൻ പാടില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഈ ധിക്കാരത്തിന് വഴങ്ങാൻ പാടില്ല. മറിച്ച് ഗാഡ്ഗിൽ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് എല്ലാവരെയും മാറ്റി താമസിപ്പിക്കണമെന്ന് പറഞ്ഞില്ല. ആ റിപ്പോർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പുനരധിവാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പശ്ചിമഘട്ടം എങ്ങനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സംരക്ഷിച്ചില്ലെങ്കിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് അടിയന്തരമായ നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. പക്ഷേ ഈ ഗാഡ്ഗില് ഒരിക്കലും ഈ മനുഷ്യർക്കോ ആ മലയോര മേഖലയിൽ താമസിക്കുന്ന മനുഷ്യർക്കോ അവരുടെ കൃഷി രീതിക്കോ ഒന്നും തന്നെ എതിരല്ലായിരുന്നു എന്നുള്ളതാണ്. അതിനെ ആ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കേണ്ട രീതിയിലാണ് പാളിച്ച സംഭവിച്ചതെന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അവിടെ ചെയ്യേണ്ട കൃഷിയെക്കുറിച്ച്, അവിടെ പണിയേണ്ട വീടുകളെക്കുറിച്ച് അപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. കൃഷി രീതി മാറ്റിയത് ഒരു വലിയ അപകടമാണ്. കൃഷി രീതി പറ്റിയ വെള്ളം ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങാൻ തുടങ്ങി. അമ്പൂരിയിൽ അങ്ങനെയല്ലേ ഉണ്ടായത്? അമ്പൂരിയില് ഭൂമി തട്ടാക്കി മാറ്റി. മഴ പെയ്ത വെള്ളം ആ തട്ടിനകത്തൂടെ റബ്ബറിന് നടാൻ വേണ്ടി തട്ടാക്കിയതാണ്. അതിനകത്ത് വെള്ളം ഒലിച്ചിറങ്ങി സംഭവിച്ചു പോയത്. അതുപോലെ തന്നെ മൂന്നാറിലെ ഗവൺമെന്റ് കോളേജ്
അന്നാരും മരിക്കാഞ്ഞുകൊണ്ടാണ് അതിന്റെ ഒരു കാഷ്വാലിറ്റി ചർച്ച ചെയ്യപ്പെടാതെ പോയത്. അന്ന് അവധിയായിരുന്നു. ഈ വനപ്രദേശത്തെ എപ്പോഴും ഉരുൾപൊട്ടൽ നടക്കുന്നുണ്ട്. ഈ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ പുറം ലോകം അറിയുന്നുള്ളതാണ്. അല്ല, ഉരുൾപൊട്ടലെ ഒരു സ്വാഭാവികമായ പ്രകൃതി പ്രതിഭാസമാണ്, അത് നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷേ ഉരുൾപൊട്ടൽ മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ തടയാനുള്ള മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കണ്ടേ? അത് നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞ ഒരു വിദഗ്ധൻ റിപ്പോർട്ട് ചെയ്യുന്നു. മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് തന്നെ തെറ്റായിട്ടാണ് സഭാ മതമേലധ്യക്ഷന്മാരും പുരോഹിതന്മാരും ഒക്കെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയത്. അവരുടെ ജീവനും സ്വത്തും എല്ലാം പോയി കഴിഞ്ഞു, എല്ലാവരും ഇവിടം വിട്ടു പോകണം എന്നുള്ള നിലയിലാണ് ആ റിപ്പോർട്ട് വായിക്കാതാണ് പറഞ്ഞത്. അവർ ആ റിപ്പോർട്ട് പഠിച്ചിട്ട് അതിനകത്ത് റിപ്പോർട്ടുകൊണ്ട് വിയോജിപ്പ് പറയാം, അല്ലെങ്കിൽ ഇന്ന മാറ്റങ്ങൾ വേണമെന്ന് പറയും. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഒരു വിദഗ്ധൻ പറഞ്ഞ അഭിപ്രായത്തെ ഖണ്ഡിച്ച് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് മറ്റൊരു വിദഗ്ധനെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ വളരെ സ്വാർത്ഥ താല്പര്യത്തോടുകൂടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവിയാലൊന്നും ഒരു വിദഗ്ധ അഭിപ്രായമാവില്ല. അപ്പം അത് ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നമ്മൾ തീർച്ചയായിട്ടും പാരിസ്ഥിതിക ദുർബലം എന്ന് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലെങ്കിലും കുറഞ്ഞ പക്ഷം ഇവരെ പുനരധിവസിപ്പിക്കണം. പിന്നെ ഇവരെ അധ്വാനിച്ച് ഉണ്ടാക്കിയ കൃഷി വിളകളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കാൻ കഴിയുന്ന അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ അതെല്ലാം കളഞ്ഞിട്ട് പോകണമെന്ന് പറയുന്നൊന്നും ശരിയാവണമെന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു വ്യവസ്ഥിതിക്കകത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ ജീവന് അവരുടെ സ്വത്തുക്കളൊക്കെ സംരക്ഷിക്കത്തക്ക വിധത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ. അപ്പൊ ഈ വയനാടിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ ഗാഡ്ഗിലിനെ എവർക്കും അംഗീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അല്ല, ഗാഡ്ഗിലിനെ അംഗീകരിക്കാതിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രകൃതിയുടെ തിരിച്ചടി താങ്ങേണ്ടി വരും. അല്ല, വേറെ മാർഗമൊന്നുമില്ല. പ്രകൃതിയുടെ തിരിച്ചടി ഒഴിവാക്കാനത് മഴ പെയ്യണ്ടെന്ന് പറയാനിപ്പോൾ ഉരുൾപൊട്ടാൻ നമ്മൾ പ്രമേയം പാസ്സാക്കി, നിയമസഭ പ്രമേയം പാസ്സാക്കി ഉരുൾപൊട്ടാതിരിക്കുന്നു. ഉരുൾപൊട്ടും. അതിനകത്തെ ഉരുൾപൊട്ടലിനെ നിയന്ത്രിക്കാൻ പ്രാർത്ഥന കൊണ്ടോ പ്രമേയം കൊണ്ടോ ശവഘോഷയാത്ര കൊണ്ടോ ഒന്നും നടക്കുകയില്ല. അപ്പൊ അത് അതിന്റെ വഴിക്ക് നടക്കും. ചെയ്യാനൊക്കെ ഒറ്റ കാര്യം, പരിസ്ഥിതി സംരക്ഷിക്കാൻ ധീരമായ ഗവൺമെന്റ് തീരുമാനമെടുക്കുക, അത് നടപ്പിലാക്കുക. ആരുടെയും സമ്മർദ്ദത്തിന് ഗവൺമെന്റ് വഴങ്ങാതിരിക്കും.